കേരളത്തെ നടുക്കിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഭാഗമായി നടന്ന രക്ഷാപ്രവർത്തനത്തിന്റെയും മറ്റും ചിലവ് കണക്കുകൾ പുറത്ത്. ക്യാമ്പിലെ വസ്ത്രങ്ങൾക്ക് മാത്രം 11 കോടിയോളം രൂപ ചെലവഴിച്ചുവെന്നാണ് സർക്കാർ പറയുന്നത്. കൂടാതെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ആകെ 2,76 ലക്ഷം രൂപ മുടക്കിയെന്നും കണക്കുകളിൽ പറയുന്നുണ്ട്. ആകെ 359 മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത്. അങ്ങനെ കൂട്ടുമ്പോൾ ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപയാണ് ചെലവായത്. നിലവിൽ ദുരിതബാധിതർക്ക് പ്രഖ്യാപിച്ചതിനേക്കാൾ തുക ചെലവായത് വളണ്ടിയർമാർക്കാണെന്ന് കണക്കുകളിൽ വ്യക്തമാണ്. വളണ്ടിയർമാരുടെ വാഹന ചെലവിനും ഭക്ഷണത്തിനും മാത്രം 14 കോടിയോളം രൂപ ചെലവാക്കിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിൽ തന്നെ വളണ്ടിയർമാരുടെ ഗതാഗത ചെലവ് മാത്രം 4 കോടി രൂപയോളം വരുമെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പരാമർശിച്ചുള്ള റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനറേറ്റർ ചെലവ് 7 കോടിയോളമാണെന്നും വളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ ആകെ 2,98 ലക്ഷം ചെലവായെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മുണ്ടക്കൈ ചൂരൽമല മേഖലകളിലെ തമ്മിൽ ബന്ധിപ്പിക്കുവാനും ഇവിടേക്കുള്ള യാത്രയും രക്ഷാപ്രവർത്തനവും സുഗമമാക്കുവാനും ഇവിടേക്കുള്ള യാത്രയും രക്ഷാപ്രവർത്തനവും സുഗമമാക്കാനും കഴിഞ്ഞ സൈന്യം നിർമ്മിച്ച ബെയിലി പാലത്തിന്റെ ചെലവ് 1 കോടിയോളം രൂപയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിന് എയർലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് 17 കോടിയാണ്. ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ 12 കോടിയും ചിലവായി. മിലിറ്ററി, വളണ്ടിയർമാർ എന്നിവരുടെ താമസ സൗകര്യങ്ങൾ ഒരുക്കിയ വകയിൽ 15 കോടിയും ഇവരുടെ ഭക്ഷണം, കുടിവെള്ളം ആവശ്യങ്ങൾക്ക് 10 കോടിയും മുടക്കിയിട്ടുണ്ട്. മേഖലയിൽ പരിശോധനക്കായി എത്തിച്ച ഡ്രോൺ, റഡാർ വാടക വകയിൽ 3 കോടി രൂപയും ചിലവായി. ദുരന്ത മേഖലയിൽ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം സാധ്യമാക്കാനായി എത്തിച്ച ക്രെയിൻ, JCB, ഹിറ്റാച്ചി എന്നിവയുടെ ചിലവ് 15 കോടിയാണ്. ദുരിതാശ്വാസ ക്യാമ്പിലെ വസ്ത്രങ്ങൾക്ക് 11 കോടി മുടക്കിയതിന് പുറമെ അവിടുത്തെ ഭക്ഷണത്തിന് 8 കോടിയോളം രൂപ വരെ ചിലവായിട്ടുണ്ട്. മെഡിക്കൽ പരിശോധനയ്ക്ക് മുടക്കിയത് 8 കോടിയും DNA പരിശോധനയ്ക്ക് 3 കോടി രൂപയും ചിലവഴിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.